ഭക്തിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച സ്ത്രീലക്ഷങ്ങൾ. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 10:15 പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദിച്ചതോടെ ആത്മനിർവൃതിയിൽ ലക്ഷക്കണക്കിന് ഭക്തർ വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൊങ്കാലയ്ക്കായി നിരവധി പേർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നു. ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് ഇത്തവണ പൊങ്കാല നടന്നത്. കർശന സുരക്ഷാ സൗകര്യങ്ങളും പട്ടണത്തിൽ ഒരുക്കിയിരുന്നു. പൊങ്കാലയിട്ട് മടങ്ങുന്നവർക്ക് പോകുന്നതിനായി KSRTCയും റെയിൽവേയും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നഗരവും വൃത്തിയാക്കും. ഇതിനായി ഇപ്പോൾ തന്നെ കോർപ്പറേഷൻ പ്രവർത്തകർ അക്ഷീണ പ്രയത്നം ആരംഭിച്ചിട്ടുണ്ട്. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി V. മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്രത്തിലപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അകമ്പടിയേകി ഉച്ചയ്ക്ക് 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹവും തളിച്ചു. ദുഃഖങ്ങളെ കനലരിയിച്ച ജീവിതാനന്ദത്തിന്റെ മധുരം നിവേദിച്ച പൊങ്കാലയുമായി മടങ്ങാൻ ഭക്തലക്ഷങ്ങളാണ് തലസ്ഥാനത്ത് എത്തിയിരുന്നത്. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽക്കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തും. നാളെ രാവിലെ 5 ശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്തുമുണ്ട്. രാത്രി 1 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിനും സമാപനമാകും.